മീനുവിന് തൻ്റെ കണ്ണുനീർ അടക്കാൻ സാധിക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അതിനോട് കരയരുതെന്ന് പറയാനും. കാരണം ഹൃദയം വിങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ കണ്ണുനീർ എന്നെ അടക്കി പിടിക്കാൻ മീനുവിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. തൻ്റെ പ്രതീക്ഷകളൊക്കെ അവസാനിച്ചു. തൻ്റെ വിവാഹമെന്ന തൻ്റെ പ്രശ്നത്തിനുള്ള ഏക പോൻവഴി അതായിരുന്നു താൻ കണ്ടെത്തിയത്. ആ വാതിലടഞ്ഞു. അവനെപ്പോലൊരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ വലിയൊരു തുക അത് തൻ്റെ ഏട്ടന്മാർ ഓഫർ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഒരുപക്ഷെ അവനെ തല്ലുമോ വിരട്ടുമോ എന്നൊക്കെയാണ് താൻ ചിന്തിച്ചത്. പക്ഷെ തൻ്റെ ഏട്ടന്മാർ ഈ വർഷം അങ്ങനെ ചെയ്തില്ല. പകരം പൈസ കൊടുത്ത് അവനെ വിലക്ക് വാങ്ങാൻ തീരുമാനിച്ചു. ഇവിടെ ശരിക്കും താൻ തോറ്റു. അവനെപ്പോലൊരു സാധാരണക്കാരന് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു തുക 5 കോടി. ആ 5 കോടിക്ക് മുന്നിൽ അവനൊരിക്കലും തന്നെ മതിയെന്ന് പറയില്ല. അതൊരിക്കലും നടക്കാനും പോകുന്നില്ല. തനിക്കൊരിക്കലും അവനെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയുമില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം പണമാണ് വലുത്. അതുകൊണ്ട് തന്നെ താൻ ഈ വഴിയും അടഞ്ഞു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വീട്ടുകാർ സമ്മതിക്കുന്നവനെ കല്യാണം കഴിച്ച് അവൻ്റെ കൂടെ ജീവിക്കണം. വീണ്ടും നരക ജീവിതം. തനിക്കൊരിക്കലും പൊരുത്തപ്പെടാൻ സാധിക്കില്ല വിവാഹമെന്ന പ്രക്രിയയോടും ഭർത്താവെന്ന വ്യക്തിയോടും. ഇനിയൊരു വിവാഹം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്ന് താൻ തീരുമാനമെടുത്തതാണ്. അതിനെ മാറ്റാനുള്ള തൻ്റെ തത്രപ്പുറപ്പാട് വീട്ടുകാരിൽ ശരിക്കും വിജയിച്ചു. ഇനി തോൽവി തന്നെ. വീണ്ടും അടിമ. മീനു തൻ്റെ കണ്ണുനീരിനോട് ഇനി കരയരുതെന്ന് ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ നടന്നില്ല. എന്തിനെന്നറിയാതെ ഒഴുകുകയാണ് കണ്ണുനീർ. ഒന്ന് പൊട്ടിക്കരഞ്ഞ ഒരു പക്ഷെ തൻ്റെ സങ്കടങ്ങളും തീരുമോ എങ്കിൽ തീരട്ടെ എന്ന് മീനുവും കരുതി. ആസ്വദിച്ചങ്ങ് കരയാം. അങ്ങനെയെങ്കിലും ഒഴുകി തീരട്ടെ എൻ്റെ സങ്കടങ്ങൾ എന്ന് മീനുവിന് തോന്നി. അപ്പോഴാണ് ഒരു ഫോൺ കോൾ. ഫോൺ ആരാടതയാണെന്ന് മീനു നോക്കിയപ്പോൾ വല്യേട്ടൻ തന്നോട് പറയാൻ വിളിക്കുകയാണ്. താൻ കണ്ടെത്തിയ പയ്യൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിയെന്ന വാർത്ത. മീനുവിന് ഫോൺ എടുക്കാൻ തോന്നിയില്ല. തൻ്റെ സങ്കടങ്ങളോട് പൊറുതി ഇനി കുറച്ച് ദിവസം ഇരിക്കണമെന്ന് മീനുവിന് തോന്നി. തൻ്റെ കണ്ണുനീർ വറ്റാതെ ഒഴുകുന്നത് മീനു തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എന്തിനാ വല്യേട്ടാ വിളിക്കുന്നത്? എന്താ ഏട്ടൻ പറയാൻ പോകുന്നത് എനിക്കറിയാം. അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ഏട്ടൻ നല്ലൊരു ബിസിനസ്സുകാരനാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊട്ട് എക്സ്പെക്റ്റ് ചെയ്തില്ല ഏട്ടൻ ബുദ്ധി ഉപയോഗിച്ച് അവനെ നേരിടുമെന്ന്. മീനു വീണ്ടും സ്വയം പറഞ്ഞു. ഫോൺ വീണ്ടും വീണ്ടും ബെല്ലടിക്കുന്നത് കണ്ടപ്പോൾ മീനുവിന് ഫോൺ എടുക്കാതിരിക്കാൻ സാധിച്ചില്ല. മീനു ഫോൺ എടുത്തു. ഹലോ പറയാനുള്ള ധൈര്യം മീനുവിനുണ്ടായിരുന്നില്ല. കാരണം കരഞ്ഞു കരഞ്ഞ് താൻ തളർന്നിരിക്കുകയാണ്. തൻ്റെ ശബ്ദത്തിലെ ചെറിയ വീഴ്ച പോലും പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് തൻ്റെ വല്യേട്ടൻ. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ മീനു ഹലോ പറഞ്ഞു. ഹലോ. ഒഴുകിത്തീർന്ന കണ്ണുനീർ തന്നെ സംസാരിക്കാൻ സമ്മതിക്കില്ലെന്ന് മീനുവിന് തോന്നി. മോളെ മോളെ നീ ഓക്കെ അല്ലേ? അത്രയും പതുക്കെ പറഞ്ഞിട്ടും ആ ശബ്ദത്തിലെ ഇടർച്ച പെട്ടെന്ന് തന്നെ ഏട്ടന് മനസ്സിലായി. ആ ഓക്കെയാണ് ഏട്ടാ. എന്താ ഏട്ടാ? മോളെ നീ കരയുകയായിരുന്നോ? ഏട്ടൻ്റെ ചോദ്യം. ഏയ് ഇല്ല ഏട്ടാ, അത് ജലദോഷ. മോളെ മോളെ നീ സത്യം പറ, നീ കരയുകയാണോ? ഏയ് ഇല്ല ഏട്ടാ. മോളെ നീ എന്തിനാ കരയുന്നേ? ഏയ് ഒന്നുമില്ല മോളെ. തൻ്റെ കണ്ണുനീർ തന്നെ വിടാതെ പിന്തുടരുന്നുണ്ട് മീനുവിന് മനസ്സിലായി. മോളെ ഏട്ടൻ ഓക്കെയാണ്. വിവാഹത്തിന് ഏട്ടൻ സമ്മതിച്ചു. ഏട്ടന്മാർക്കൊരു പ്രശ്നമില്ലടാ. നീ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പേടിയിൽ കരയാ? ഏ വിവാഹത്തിന് സമ്മതിച്ചെന്നോ? ആടാ, ഏട്ടൻ ഇന്ന് അവനെ കണ്ടിരുന്നു. എന്താ മോളെ ഇത്? എൻ്റെ മോളുടെ ഏതെങ്കിലും ആഗ്രഹത്തിന് ഏട്ടൻ എതിര് നിന്നിട്ടുണ്ടോ? അതുപോലെ തന്നെയല്ലേ ഏട്ടൻ ഇതും.
മീനുവിനൊന്നും മനസ്സിലായില്ല. താൻ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവിടെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അം അം ഏട്ടൻ ഏട്ടൻ എന്താ പറയുന്നെ? ഏട്ടന് ഓക്കെയാണോ അവൻ? ആടാ, ഏട്ടൻ ഇന്ന് അവനെ കണ്ടിരുന്നു, സംസാരിച്ചു. എന്നിട്ട് ഏട്ടൻ അവൻ പിന്മാറുമോ എന്നറിയാൻ വേണ്ടി ഒരു വലിയ തുക ഓഫർ ചെയ്തു. 10 കോടി. ആം. എന്നിട്ട് എന്നിട്ടെന്ത്? അവൻ പിന്മാറിയില്ല. അവൻ പറഞ്ഞു, നിന്നെ വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറില്ലെന്ന്. 10 കോടിയേക്കാൾ വലുത് നീയാണെന്ന്. സത്യായിട്ടും സത്യായിട്ടും അവനങ്ങനെ പറഞ്ഞോ? ആ മോളെ, അവനങ്ങനെ പറഞ്ഞു. ഏട്ടന് നീ കണ്ടെത്തിയ പയ്യൻ്റെ കാര്യത്തിൽ വിഷമമുണ്ട്. എന്നാലും എൻ്റെ മകളോടുള്ള അവൻ്റെ സ്നേഹം കണ്ടപ്പോൾ ഏട്ടൻ ആ വിഷമം മാറി. അത് കുഴപ്പമില്ല, പോട്ടെ. നിൻ്റെ ഇഷ്ടമല്ലേ ഞങ്ങൾക്കിഷ്ടം, നിൻ്റെ സന്തോഷമല്ലേ ഞങ്ങളുടെ സന്തോഷം. നീ എന്താഗ്രഹിച്ചാലും അത് വാങ്ങിത്തരണമെന്നേ ഏട്ടനുള്ളൂ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. ഏട്ടന് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല, എൻ്റെ മോൾ ഹാപ്പി അല്ലേ? നമുക്കിത് അടിച്ചു പൊളിച്ച് ആർഭാടായിട്ട് നടത്താം. ഉം? അപ്പോഴാണ് മീനു മറ്റൊരു കാര്യം ഓർത്തത്. ഏട്ടാ ഏട്ടാ, ഒരു കുഴപ്പമുണ്ട്. ആ, കുഴപ്പമോ? എന്ത് കുഴപ്പം? എന്താ കുഴപ്പം? ആ, അത് ഏട്ടാ അത് എടാ പറടാ, എന്താ കാര്യം? അല്ല ഏട്ടാ, വിവാഹം ആർഭാടായിട്ട് നടത്താൻ പറ്റില്ല. അതെന്താ? ഓ, അവൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ? അതെന്തിനാ? അതൊക്കെ പ്രശ്നമുള്ളോ? നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതൊന്നും പ്രശ്നമില്ല, അതൊക്കെ ഏട്ടൻ ഡീൽ ചെയ്തോളാം. അയ്യോ ഏട്ടാ, അതല്ല കാര്യം. പിന്നെ അത് എനിക്ക് വിവാഹം വളരെ രഹസ്യമായി നടത്തണമെന്നാണ് ആഗ്രഹം. രഹസ്യമായിട്ടോ? നീ എന്തൊക്കെയാ ഈ പറയണേ? അം, അത് അതേട്ടാ, ഏട്ടനറിയാലോ, എൻ്റെ വിവാഹക്കാര്യം എൻ്റെ മോൾക്ക് താങ്ങാൻ പറ്റില്ല. മീനു, നീ മനസ്സിലാവുന്ന ഭാഷയിൽ പറ. അതായത് ഏട്ടാ, ഞാൻ വിവാഹം കഴിച്ചെന്ന് എൻ്റെ മോൾ അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഏട്ടാ. എൻ്റെ പൊന്നു മോളെ, നീ എന്തൊക്കെയാ ഈ പറയണേ? നിന്റെ മോൾ അറിയാതെ നിന്റെ വിവാഹം എങ്ങനെ നടക്കാനാ? പിന്നെ മോള്, നിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവൾ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്താറുണ്ടോ? നിന്നോട് അവൾ സംസാരിക്കാറ് പോലുമില്ല. പിന്നെ നീ എന്തിനാ ഈ മോളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഏട്ടാ, അതൊക്കെ ശരിയാണ്. പക്ഷെ എൻ്റെ മകൾക്ക് ഞാൻ അമ്മയാണ് ഏട്ടാ. അമ്മയും തൻ്റെ സുഖം നോക്കി പോയി എന്നറിയുമ്പോൾ അതവൾക്ക് താങ്ങാൻ പറ്റില്ല ഏട്ടാ. പ്ലീസ് ഏട്ടാ, എനിക്ക് ഈ വിവാഹം നടക്കണമെന്നുണ്ട്. പക്ഷെ അതൊരിക്കലും എൻ്റെ മകൾ അറിയരുത്. അതുകൊണ്ട് തന്നെ ഈ വിവാഹം രഹസ്യമായി മാത്രമേ നടക്കാൻ പാടുള്ളൂ. എൻ്റെ പൊന്നു മോളെ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എങ്ങനെ വിവാഹം രഹസ്യമായി നടക്കാന്നാ? അതായത് ഏട്ടാ,